നമ്മളിപ്പോൾ ബാലിയിലെ ഉബൂദ് എന്ന സാംസ്കാരിക നഗരത്തിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഈ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രമുഖമായ ടൂറിസം പട്ടണം ഉബൂദാണെന്ന് വേണേൽ പറയാം. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന ക്ഷേത്രങ്ങളും റെസ്റ്റോറൻറ്റുകളും സുവനീർ കടകളും ഒക്കെയാണ് തെരുവിൽ. എവിടെ നോക്കിയാലും ടൂറിസ്റ്റുകൾ. നിറഞ്ഞ പച്ചപ്പിന് നടുവിൽ ക്ഷേത്ര ഗോപുരങ്ങൾ, അതിനോട് ചേർന്ന് ഓടിട്ട പുരാതന മന്ദിരങ്ങളിൽ റെസ്റ്റോറൻറ്റുകൾ, അതിൻ്റെ തിണ്ണയിൽ പുറത്തേക്ക് നോക്കി ഭക്ഷണം കഴിച്ച് വിശ്രമിക്കുന്ന ടൂറിസ്റ്റുകൾ, അവർക്ക് വേണ്ടി ഒരുങ്ങിയിരിക്കുന്ന കടകൾ, പുല്ലുമേഞ്ഞ ഓലമേഞ്ഞ ട്രഡീഷണൽ ശൈലിയിൽ നിർമ്മിച്ച കെട്ടിടങ്ങൾ, വീണ്ടും ക്ഷേത്രങ്ങൾ, അതിൻ്റെ മതിൽക്കെട്ടിൽ ചെമ്പകപ്പൂ ചൂടി നിൽക്കുന്ന ദേവീദേവന്മാരുടെ പ്രതിമകൾ, ശിലാശില്പങ്ങൾ. ഒരു സിനിമയ്ക്ക് വേണ്ടി സെറ്റിട്ടതാണോ ഇതെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിൽ ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു നഗരം തന്നെയാണ് ഉബൂദ്. ഈ നഗരത്തിലെ തീരെ അപ്രധാനമായ കാഴ്ചകൾ ഇതെല്ലാം. ചെറിയ അരുവികളുടെ ഓരങ്ങളിലെ കുന്നുകളിലാണ് നഗരം. ഇവിടെ ചിലർ ടൂറിസ്റ്റുകൾക്ക് രാത്രി നടക്കുന്ന ചില കൾച്ചറൽ പരിപാടികളുടെ ടിക്കറ്റ് വിൽക്കുകയാണ്. ചന്ദ്രാവതി എന്ന് പറയുന്ന ഒരു നൃത്തശില്പം ഇവിടെ നടക്കുന്നുണ്ട്. ഇന്ന് രാത്രി 1,00,000 രൂപയാണ് ടിക്കറ്റ് നിരക്ക്. ചൊവ്വാഴ്ചകളിലാണ് ചന്ദ്രാവതി. റോഡിൻ്റെ മറുവശത്താവട്ടെ നിരവധി റെസ്റ്റോറൻറ്റുകൾ. ഈ റെസ്റ്റോറൻറ്റുകളെല്ലാം ബാറുകൾ കൂടി ചേർന്നതാണ്. അതിനൊരു പ്രത്യേകതയില്ല. ബാറ് റെസ്റ്റോറൻ്റ് എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. എല്ലാ റെസ്റ്റോറൻറ്റിലും ഏതുതരം മദ്യവും ലഭിക്കും. തെരുവിൻ്റെ ഓരങ്ങളിൽ മുഴുവൻ നമ്മൾ കാണുന്നത് ടൂറിസ്റ്റുകളെയാണ്. സ്വദേശികളെ ഒരാളെ പോലും ഈ തെരുവുകളിലൂടെ നടക്കുന്നത് നമ്മൾ കാണില്ല. സ്വദേശികളെ കാണുന്നുണ്ടെങ്കിൽ അവരെന്തിൻ്റെയെങ്കിലും കച്ചവടക്കാരായിരിക്കും. ഒന്നുകിൽ ടൂർ ബുക്ക് ചെയ്യാൻ നടക്കുന്ന ആളുകൾ, അതല്ലെങ്കിൽ ടാക്സിക്കാരുടെ പ്രതിനിധികൾ, അതല്ലെങ്കിൽ ടൂർ ഗൈഡുകൾ, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കച്ചവടം നടത്തുന്നവർ. അങ്ങനെ നടക്കുമ്പോൾ ഉബൂദ് നഗരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രത്തിൻ്റെ സമീപത്തേക്ക് എത്തുന്നത് പുരാദേശ എന്ന ക്ഷേത്രം. ഒരു വിഷ്ണു ക്ഷേത്രമാണ്. അതിൻ്റെ മതിൽക്കെട്ടാണ് ഈ കാണുന്നത്. അതിൻ്റെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ അതിമനോഹരമായ ഗംഭീര എടുപ്പുകൾ, മണ്ഡപങ്ങൾ, ഗോപുരങ്ങൾ, നിരവധിയായ നടുമുറ്റങ്ങൾ. ഈ ഉബൂദിലെ ലോക്കൽ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രമാണ് പുരാദേശ. ഈ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവങ്ങളും സാംസ്കാരിക പരിപാടികളും എല്ലാം നടക്കുന്ന ഈ ക്ഷേത്രത്തിനകത്താണ്. ഉബൂദ് പാലസ് ക്ഷേത്രം എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കാരണം ഉബൂദിലെ രാജകൊട്ടാരവുമായി ബന്ധപ്പെട്ട പ്രധാന ചടങ്ങുകളൊക്കെ നടക്കുന്ന ക്ഷേത്രമാണിത്. വൈകുന്നേരം ആയതുകൊണ്ടാവാം ക്ഷേത്രത്തിനകത്തേക്ക് ഇപ്പോൾ സന്ദർശകരെ പ്രവേശിപ്പിക്കുന്നില്ല. ക്ഷേത്രം എവിടെ അവസാനിക്കുന്നു, അടുത്ത റെസ്റ്റോറൻറ്റോ ബാറോ എവിടെ ആരംഭിക്കുന്നു എന്ന് നമുക്ക് സംശയം തോന്നും. രണ്ടും ചേർന്ന് കിടക്കുകയാണ്. വള്ളിപ്പടർപ്പുകളും പൂമരങ്ങളും ഒരുക്കുന്ന പച്ചപ്പിൻ്റെ ശാന്തതയിലാണ് ഓരോ കെട്ടിടവും. അതിൻ്റെ എല്ലാം മുന്നിലൂടെ നടക്കുന്നത് വിദേശ ടൂറിസ്റ്റുകൾ. ഇങ്ങനെയൊരു നഗരം ഭൂമിയിലുണ്ടെന്ന് ആളുകൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല. കണ്ടു തന്നെ അറിയണം. അതാണ് ഉബൂദ്. ഞാൻ നടന്ന് ഉബൂദ് പാലസിൻ്റെ മുന്നിലേക്കെത്തി. ഉബൂദിൻ്റെ രാജകൊട്ടാരം. അതിൻ്റെ മുന്നിൽ താൽക്കാലികമായി തടിയും തൂണും ഒക്കെ ഉപയോഗിച്ച് ചില ഗോപുരങ്ങളുടെ പണി നടക്കുന്നുണ്ട്. അതെന്താണെന്ന് ആദ്യം എനിക്ക് മനസ്സിലായില്ല. പിന്നീടാണ് അറിഞ്ഞത് ഇവിടെ ഒരു മരണാനന്തര ചടങ്ങ് നടക്കാൻ പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് ഈ നടക്കുന്നത്. ബാലിയിലെ രാജകുടുംബത്തിലെ ആരെങ്കിലും മരിച്ചാൽ മരണാനന്തര ചടങ്ങുകളൊക്കെ ദിവസങ്ങൾ നീളുന്ന വലിയൊരു ആഘോഷം തന്നെയാണ്. അതിനുവേണ്ടി ഗോപുരങ്ങൾ പണിയും, വലിയ മണ്ഡപങ്ങൾ പണിയും, നഗരമാകെ ഒരുങ്ങും. രാജകുടുംബത്തിലെ പ്രമുഖമായ ഒരംഗം ചൊക്കോർദ ബാഗൂസ് സന്താക്ക എന്ന് പറയുന്ന ഒരാൾ ഈ അടുത്ത ദിവസങ്ങളിൽ മരിച്ചു. ഞാൻ ഈ ചെല്ലുന്ന ദിവസങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുക. ഏതാനും ആഴ്ചകൾ നീളുന്ന ചടങ്ങാണ് പലപ്പോഴും ഇത്തരം മരണാനന്തര ചടങ്ങുകൾ. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ടുള്ള ഫ്ലെക്സ് ബോർഡുകൾ, പുഷ്പചക്രങ്ങൾ ഒക്കെയാണ് വഴിയരികിൽ നമ്മൾ കാണുന്നത്. ഈ നാട്ടുകാർക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ വളരെ ജനസ്വാധീനമുള്ള ഒരാളായിരുന്നു ചൊക്കാർദ ബാഗൂസ് സന്താക്ക. ആ രാജകൊട്ടാരം ആകെ അലങ്കരിക്കപ്പെട്ടിരിക്കുന്നു. സാധാരണഗതിയിൽ ഇല്ലാത്ത നിരവധി അലങ്കാരപ്പണികൾ നടത്തിയിരിക്കുന്നു. പന്തലുകൾ ഇട്ടിരിക്കുന്നു. ഏതായാലും ഇന്നു വന്നതുകൊണ്ട് വ്യത്യസ്തമായ ചില ആചാരങ്ങൾക്കും അലങ്കാരങ്ങൾക്കുമൊക്കെ സാക്ഷ്യം വഹിക്കാൻ എനിക്ക് കഴിഞ്ഞു. പക്ഷേ ചെറിയ കുഴപ്പമുണ്ട്. കൊട്ടാരത്തിൻ്റെ ചില ഭാഗങ്ങളിലേക്കുള്ള പ്രവേശനം ഇന്ന് നിരോധിച്ചിരിക്കുകയാണ്. അവിടെയൊക്കെ മരണാനന്തര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടൂറിസ്റ്റുകൾ അവിടെ കയറി ചെന്ന് അതിന് തടസ്സം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടിയാണ് ചില ഭാഗങ്ങളെല്ലാം അടച്ചിരിക്കുന്നത്. ഇവിടുത്തെ ക്ഷേത്രങ്ങൾക്കും കൊട്ടാരക്കെട്ടുകൾക്കും ഒന്നും ട്രഡീഷണൽ ശൈലി വിട്ട് ഒരു കളിയില്ല. രാജകൊട്ടാരം എന്നൊക്കെ പറയുന്നത് ഒരൊറ്റക്കെട്ടിടമല്ല. പലവിധ മണ്ഡപങ്ങളും ഗോപുരങ്ങളും എല്ലാം ചേർന്ന വലിയൊരു കോംപ്ലക്സ്. ഈ ദിവസങ്ങളിലെ ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള അലങ്കാരങ്ങൾ കണ്ടോ? മുഴുവൻ തെങ്ങോലയും കുരുത്തോലയും പൂക്കളും കൊണ്ടുള്ള അലങ്കാരമാണ്. വാവ്! കുരുത്തോല കൊണ്ടുള്ള കലാരൂപങ്ങൾ, പല പല മതിൽക്കെട്ടുകൾ കൊണ്ട് വേർതിരിക്കപ്പെട്ട പലവിധ കെട്ടിടങ്ങളുടെ വലിയൊരു കോംപ്ലക്സാണ് ഒരു കൊട്ടാരക്കെട്ടെന്ന് പറഞ്ഞാൽ. പല ആവശ്യങ്ങൾക്ക് വേണ്ടി പണിത മണ്ഡപങ്ങളും ക്ഷേത്രങ്ങളും എല്ലാം ചേർന്നത്. ഒരു ഭാഗത്ത് മരണാനന്തര ചടങ്ങുകൾ നടത്താൻ വേണ്ടിയിട്ടുള്ള പന്തലിട്ടിരിക്കുന്നു.
വേറൊരു ഭാഗത്ത് അതിൻ്റെ ഭാഗമായി കസേരകൾ അടുക്കി വെച്ചിരിക്കുന്നു. ഉപചാര ബോർഡുകൾ പലയിടത്തും പ്രദർശിപ്പിച്ചിരിക്കുന്നു. അതിൻ്റെ എല്ലാം വക്കുകൾ കുരുത്തോല കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നത്. കുരുത്തോല തൊങ്ങലുകൾ എവിടെയും തൂങ്ങിക്കിടക്കുന്നു. ഈ ദിവസം തന്നെ ഇവിടെ വന്നതുകൊണ്ട് പ്രത്യേകമായ ഒരുക്കങ്ങളോടെ നിൽക്കുന്ന കൊട്ടാരക്കെട്ടുകളാണ് കാണുന്നത്. പല ഭാഗവും സാധാരണയിൽ കവിഞ്ഞ് അലങ്കാരങ്ങൾ കൊണ്ട് ഒരുക്കി വച്ചിരിക്കുന്നു. മരിച്ചയാൾക്കുള്ള അന്ത്യോപചാരം അർപ്പിക്കാനുള്ള എന്തൊക്കെയോ ചടങ്ങുകൾ നടക്കുന്ന മണ്ഡപങ്ങളാണ് ഇവിടെയൊക്കെ. കുരുത്തോല കൊണ്ടും പൂക്കൾ കൊണ്ടും അലങ്കരിച്ച് പ്രൗഢമാക്കി വെച്ചിരിക്കുന്നു. ഇവിടുത്തെ രാജകീയ മരണങ്ങളൊക്കെ നിരവധി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന അന്ത്യോപചാര ചടങ്ങുകളും പൂജകളും കൊണ്ട് സമ്പന്നമാണ്. തെങ്ങോല മെടഞ്ഞ പന്തലാണ് നമ്മൾ കാണുന്നത്. പല മുറ്റങ്ങളിലും ഇത്തരം പന്തലുണ്ട്. ഈ കൊട്ടാര കോംപ്ലക്സിനകത്ത് തന്നെ നിരവധി ക്ഷേത്രങ്ങളുമുണ്ട്. പല ദേവതകളുടെയും ഉപദേവതകളുടെയും ക്ഷേത്രങ്ങൾ. അവിടെയൊക്കെ വ്യാളി ശില്പങ്ങളും രാക്ഷസ ശില്പങ്ങളും ദേവതാ ശില്പങ്ങളും ഒക്കെ നിരന്ന് നിൽക്കുന്നതും കാണാം. എണ്ണിയാലൊടുങ്ങാത്തത്ര ശില്പങ്ങൾ, മണ്ഡപങ്ങൾ, പടിപ്പുരകൾ, പിന്നെ നിരവധി ഗോപുരങ്ങൾ. ഈ കാണുന്ന മണ്ഡപത്തിൻ്റെയും യഥാർത്ഥ നിറം ഇതല്ല, മരണാനന്തര ചടങ്ങുകൾക്ക് വേണ്ടിയുള്ള അലങ്കാരങ്ങളാണ്. ഉബൂദ് പാലസ് എന്നറിയപ്പെടുന്ന ഈ കൊട്ടാരത്തിൻ്റെ ഔദ്യോഗിക നാമം പുരീസരൻ അഗൂങ് എന്നാണ്. ഉബൂദിലെ രാജകുടുംബത്തിൻ്റെ ഔദ്യോഗിക വസതിയായിരുന്നു ഈ കൊട്ടാരം. ബാലിനീസ് വാസ്തുവിദ്യയിൽ ഇന്നത്തെ രൂപത്തിൽ ജോക്കോർഡ പുട്ടു കാൻഡലിൻ്റെ ഭരണകാലത്താണ് കൊട്ടാരം നിർമ്മിച്ചത്. അതായത് 1800-നും 1823-നും ഇടയിലായിരുന്നു ഇതിൻ്റെ നിർമ്മാണം. 1917 ഇവിടെ ഒരു ഭൂകമ്പം ഉണ്ടായി. അന്ന് കൊട്ടാരത്തിന് ഏറെ കേടുപാടുകൾ സംഭവിച്ചു. അത് പിന്നീട് പെട്ടെന്ന് തന്നെ പുനരുദ്ധരിച്ചു. അക്കാലത്തും ധാരാളം വിദേശ അതിഥികൾ ഇവിടെ സന്ദർശിക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ കൊട്ടാരത്തിൻ്റെ പുനരുദ്ധാരണ പണികൾ പെട്ടെന്ന് തീർക്കുകയായിരുന്നു. ശില്പവിദ്യ കൊണ്ട് സമൃദ്ധമായ ഒരു കൊട്ടാരക്കെട്ടാണ് ഇത്. പ്രമുഖ പ്രാദേശിക കലാകാരനായ ഗുസ്തി ന്യോമാൻ ലെമ്പാർഡാണ് ഈ കൊട്ടാരക്കെട്ടിലെ പല ശില്പങ്ങളുടെയും പിന്നിലുള്ള കലാകാരൻ. സാധാരണഗതിയിൽ എല്ലാ ദിവസവും ഈ കൊട്ടാരത്തിൻ്റെ പ്രധാന പവലിയനിൽ രാത്രിയിൽ നൃത്തപരിപാടികൾ നടക്കാറുണ്ട്. ഈ കോംപ്ലക്സിൻ്റെ വടക്കു ഭാഗത്താണ് രാജകുടുംബത്തിൻ്റെ സ്വകാര്യ ക്ഷേത്രമായ മരാജൻ അഗൂങ്. രാജകുടുംബം ഇപ്പോഴും വസിക്കുന്നതും ഈ കൊട്ടാരത്തിൽ തന്നെയാണ്. ഈ കോംപ്ലക്സിൻ്റെ വേറൊരു ഭാഗത്താണ് അവർ വസിക്കുന്നത്. കൊട്ടാരത്തിനകത്തോട് ഒരു കറക്കമൊക്കെ കറങ്ങി ഞാൻ പുറപ്പെട്ട സ്ഥലത്തേക്ക്, അതായത് കയറി വന്ന സ്ഥലത്തേക്ക് തന്നെ എത്തി. അവിടെ ഒരു മണ്ഡപമുണ്ട്. വാദ്യപ്പുരയാണിത് ഇവിടുത്തെ. ആ വാദ്യപ്പുരയ്ക്കകത്ത് നിരവധിയായ ട്രഡീഷണൽ സംഗീതോപകരണങ്ങൾ നിരത്തി വെച്ചിരിക്കുകയാണ്. കലാകാരന്മാർ പല നിരകളിലായിട്ടിരുന്നിട്ടാണ് വാദ്യസംഗീതം പൊഴിക്കുക. അതിനകത്ത് ഗാമലിൻ എന്ന് പറയുന്ന സംഗീതോപകരണമുണ്ട്, ടാലംപോങ് എന്ന് പറയുന്ന സംഗീതോപകരണമുണ്ട്, ഫ്ലൂട്ടുണ്ട്, കെന്താങ് ഉണ്ട്, സെങ്സങ് ഉണ്ട്. ഇങ്ങനെ പലവിധ വാദ്യോപകരണങ്ങളെല്ലാം കൂടെ ചേർന്ന് ഒരു ഗംഭീരമായ പെർഫോമൻസാണ്. അത് ചില സമയങ്ങളിൽ ഈ വാദ്യപ്പുരയിൽ നടക്കാറുണ്ട്. പക്ഷേ ഇന്ന് ഈ മരണാനന്തര ദിവസങ്ങളായതുകൊണ്ട് തന്നെ ആഘോഷ പരിപാടികളെല്ലാം മാറ്റിവെച്ചിരിക്കുകയാണ്. ഇപ്പോൾ വലിയൊരു താൽക്കാലിക ഗോപുരത്തിൻ്റെ പണി നടക്കുന്നതും കാണാം. കയറി വന്നപ്പോൾ നമ്മളിത് കണ്ടതാണ്. മരണാനന്തര ചടങ്ങുകൾക്ക് ഇത്തരം ഗോപുരങ്ങൾ 80 അടി വരെ ഉയരത്തിലുള്ള ഗോപുരങ്ങൾ പണിയാറുണ്ട്. ഇതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. കൊട്ടാരത്തിൻ്റെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോഴും മരിച്ച രാജകുടുംബാംഗത്തിന് അന്ത്യോപചാരം അർപ്പിക്കുന്ന ബോർഡുകൾ കാണാം. ഒരു ഭാഗത്ത് ലോറിയിൽ ചടങ്ങുകൾക്ക് ശേഷമുള്ള വേസ്റ്റ് നിർമ്മാർജ്ജനം ചെയ്യാൻ കൊണ്ടുപോകുന്നു. കൊട്ടാരക്കെട്ടിൻ്റെ പുറത്തൂടെ നടക്കുമ്പോഴും കൊട്ടാരത്തിൻ്റെ മതിലും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന കൊട്ടാര ഭാഗങ്ങളും എല്ലാം കാണാം. ഇന്ന് പക്ഷേ നമുക്ക് കൊട്ടാരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും പോകാൻ പറ്റിയില്ല. കൊട്ടാരത്തിൻ്റെ നേരെ മറുവശത്ത് ഓപ്പോസിറ്റ് സൈഡിൽ പുതിയ കാലത്ത് പണിത ഒരു വലിയ കെട്ടിടം കാണാം. ഉബൂദ് നഗരത്തിൽ ഇത്രയും വലിയൊരു കെട്ടിടം വേറെ നമ്മൾ കാണില്ല. ഇതിവിടുത്തെ ആർട്ട് മാർക്കറ്റാണ്. കരകൗശല വസ്തുക്കൾ വിൽക്കാൻ വേണ്ടി മാത്രമുള്ളൊരു മാർക്കറ്റ്. ബാലിക്കാരുടെ ട്രഡീഷണൽ മുണ്ടും തലപ്പാവും അണിഞ്ഞ് കുറേ പുരുഷന്മാർ നടന്നു പോകുന്നു. ഉബൂദിലെ ജലാൻ രായ എന്ന് പറയുന്ന പ്രധാന തെരുവിലൂടെ ഞാൻ കിഴക്കോട്ട് വീണ്ടും നടക്കുകയാണ്. ഇവിടെ വഴിയോരത്ത് കാണുന്നത് മുഴുവൻ ടൂറിസ്റ്റുകളാണ്. അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. ടൂറിസ്റ്റുകൾക്ക് വേണ്ടി മാത്രം ഒരുങ്ങിയിരിക്കുന്നൊരു നഗരമാണ് ഉബൂദ്. റെസ്റ്റോറൻറ്റുകൾ, കഫേകൾ, സുവനീർ കടകൾ, ബാറും റെസ്റ്റോറൻറ്റും കഫേ എല്ലാം കൂടെ ചേർന്ന സ്ഥാപനങ്ങൾ. 100 കണക്കിന് ടൂറിസ്റ്റുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് നഗരം. മിക്കവാറും എല്ലാ റെസ്റ്റോറൻറ്റിലും ആളുമുണ്ട്. അവർ വഴിയിലെ കാഴ്ചകളൊക്കെ കണ്ട് വഴിയിലേക്ക് തിരിച്ചിട്ടിരിക്കുന്ന ഒരു ഡെസ്കിൻ്റെ മറുവശത്ത് കസേരയിലിരുന്ന് മൊബൈൽ ഫോൺ നോക്കിക്കൊണ്ടും ചെറിയ പാനീയങ്ങൾ എന്തെങ്കിലും കുടിച്ചുകൊണ്ടും ഒക്കെ ഇരിക്കുന്നു. ഇങ്ങനെ വിശ്രമിക്കുക, ഇങ്ങനെ അലസമായി സമയം ചെലവഴിക്കുക, ഈ കാഴ്ചകൾ കാണുക, ഇതാണ് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾ ഏറ്റവും ആസ്വദിക്കുന്നത്. പകൽ സമയങ്ങളിൽ ഉബൂദിൻ്റെ പരിസരത്തിലുള്ള ചെറിയ ഗ്രാമങ്ങളിലേക്കും ഉബൂദ് നഗരത്തിൽ തന്നെയുള്ള പലവിധ കാഴ്ചകളിലേക്കും ഉബൂദ് നഗരത്തിൽ നിന്ന് അകലെയുള്ള നിരവധിയായ ക്ഷേത്രങ്ങളിലേക്കും
പുരാതന നിർമ്മിതികളിലേക്കും മ്യൂസിയങ്ങളിലേക്കും ഒക്കെ പോകും. ഗ്രാമങ്ങൾ കാണാൻ പോകും, അഗ്നിപർവ്വതം കാണാൻ പോകും, നെൽവയലുകളിലെ കൃഷി കാണാൻ പോകും, കാപ്പിത്തോട്ടങ്ങളിലെ കൃഷി കാണാൻ പോകും. എത്ര നാച്ചുറലായ കാഴ്ചകളാണെന്ന് നോക്കി. പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് കിടക്കുന്ന ഒരു നഗരം. രാക്ഷസ ശില്പങ്ങളും പായൽ പിടിച്ച മതിലുകളും പച്ചപ്പ് നിറഞ്ഞ തൊടികളും എല്ലാം ഈ നഗരത്തിനകത്തെ കെട്ടിടങ്ങളുടെ പരിസരത്തും കാണാം. ഇതൊക്കെ സ്വാഭാവികമായിട്ട് വളർന്നു വന്നതല്ല, കൃത്യതയോടെ കലാപരമായിട്ട് ഒരുക്കി വെച്ചതാണ്. ഇതിൽ വളർന്നു നിൽക്കുന്ന ഓരോ ചെടിയും ഏത് വേണമെന്ന് ആർക്കിടെക്റ്റുകളും കലാകാരന്മാരും തീരുമാനിച്ചതാണ്. ഈ ശില്പങ്ങൾ പോലും ആധുനിക കാലത്ത് കൊണ്ടുവന്ന് വെച്ചതായിരിക്കാം, പക്ഷേ ആ പുരാതന ഭാവം നിലനിർത്തുന്നു. പാരമ്പര്യ തനിമയാണ് എവിടെയും നമ്മൾ കാണുന്നത്. നിലത്ത് വിരിച്ചിരിക്കുന്ന ടൈലും അതിൻ്റെ ഓരത്തെ ചെടികളും എല്ലാം കലാപരമായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നു. ഒരു നഗരം ടൂറിസത്തിന് വേണ്ടി എങ്ങനെയാണ് ഒരുങ്ങേണ്ടത്, എങ്ങനെയാണ് ഒരുക്കേണ്ടത് എന്നതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഉബൂദ് എന്ന് ഞാൻ പറയും. തിരക്കുകളുണ്ട്, ട്രാഫിക് കൺജൻഷനുണ്ട്, ഇതെല്ലാം ഉണ്ടെങ്കിലും ഉബൂദിനെ ലോകജനം നെഞ്ചേറ്റിയതിൻ്റെ കാരണം ഈ കാണുന്ന കാഴ്ചകൾ തന്നെയാണ്. അസർബൈജാൻ, ഇന്തോനേഷ്യ, തജിക്കിസ്ഥാൻ, പെറു. സഞ്ചാരം വോളിയം നമ്പർ 14. ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ 99544422 എന്ന നമ്പറിലേക്ക് സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഈ നഗരത്തിന് ഉബൂദ് എന്ന് പേര് വരാനൊരു കാരണമുണ്ട്. ബാലിനീസ് ഭാഷയിൽ ഉബാദ് എന്നായിരുന്നു പണ്ടുകാലത്ത് ഇതിൻ്റെ പേര്. ഉബാദ് എന്ന് പറഞ്ഞാൽ മരുന്ന് എന്നാണ് അതിൻ്റെ അർത്ഥം. അക്കാലത്ത് ഇന്നത്തെ ഉബൂദിൻ്റെ പ്രദേശമാകെ വനങ്ങളായിരുന്നു. അവിടെ മുഴുവൻ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ടായിരുന്നു. ഈ ബാലി പ്രദേശത്തേക്ക് ആവശ്യമുള്ള ഔഷധങ്ങൾ മുഴുവൻ ശേഖരിച്ചിരുന്ന അക്കാലത്ത് ഇവിടെ നിന്നാണ്. അങ്ങനെ ക്രമേണ ഉബൂദായി മാറുകയായിരുന്നു. അതാണ് ഉബൂദിൻ്റെ സ്ഥലനാമ ചരിത്രം. തെരുവിൽ വൈകുന്നേരം ആയപ്പോഴേക്കും നല്ല തിരക്കാണ്. കേരളത്തിലെ ഗ്രാമീണ ടൂറിസത്തിന് അല്ലെങ്കിൽ കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള ടൂറിസത്തിന് തന്നെ മാതൃകയാക്കാവുന്ന ഒരു സ്ഥലം ഏതെന്ന് ചോദിച്ചാൽ ഞാൻ നിസ്സംശയം പറയും അത് ഉബൂദാണെന്ന്. ഉബൂദ് നഗരത്തെ അതുപടി കോപ്പി അടിച്ചാൽ കേരളം ഒരു ടൂറിസ്റ്റ് പറുദീസയായി മാറും. കേരളത്തിൻ്റെ എല്ലാ സാധ്യതകളും പ്രയോജനപ്പെടുത്താനും കഴിയും. നമ്മളെ കൊതിപ്പിക്കുന്ന കരകൗശല വസ്തുക്കളാണ് വഴിയോരത്തെ കടകളിലെല്ലാം നിരത്തി വച്ചിരിക്കുന്നത്. ഈ ബോർഡ് പറയുന്നത് ഈ മതിൽക്കെട്ടിൻ്റെ ഉള്ളിൽ താമസിക്കുന്നത് ഒരു പെയിൻറ്ററും ശില്പിയുമാണെന്നാണ്. ഉബൂദിൻ്റെ സാമ്പത്തിക രംഗം ഇന്ന് പ്രധാനമായും ടൂറിസത്തെയാണ് ആശ്രയിക്കുന്നത്. ഷോപ്പിംഗ്, ഹോട്ടലുകൾ, റെസ്റ്റോറൻറ്റുകൾ, ഇവിടുന്ന് പുറത്തേക്കുള്ള ടൂറുകൾ, ടൂർ ഗൈഡുകളിലൂടെ ലഭിക്കുന്ന വരുമാനം, കരകൗശല വസ്തുക്കളുടെ നിർമ്മാണം, വിപണനം, അതുപോലെ തന്നെ പെയിൻറ്റിങ്ങുകൾ, ദാരുശില്പവേല, കല്ലിൽ കൊത്തിയെടുക്കുന്ന ശില്പങ്ങൾ ഉണ്ടാക്കുന്നവരുടെ തൊഴിലുകൾ, ഇങ്ങനെ നിരവധി മേഖലകൾ ഈ ഉബൂദിൻ്റെ ടൂറിസത്തിന് അനുബന്ധമായിട്ട് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. നടക്കുമ്പോൾ കണ്ട ഒരു റെസ്റ്റോറൻറ്റിൻ്റെ ആംബിയൻസ് നമ്മളെ കൊതിപ്പിക്കും. സുന്ദരിമാരായ പെൺകുട്ടികൾ റെസ്റ്റോറൻറ്റുകളുടെ മെനു കാർഡുമായി വഴിയോരത്തുണ്ട്. വൈകുന്നേരം ആകുമ്പോഴേക്കും റെസ്റ്റോറൻറ്റുകളിലേക്ക് ആളുകളെ വിളിച്ചു കയറ്റാൻ നിൽക്കുന്നവരാണ്. ചെസ് ബോർഡുകളും ചില കൗതുക വസ്തുക്കളും ഒക്കെ വഴിയരികിൽ നിന്ന് വിൽക്കാൻ ശ്രമിക്കുന്നവരെയൊക്കെ പിന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഈ നഗരം തന്നെ ടൂറിസത്തിനല്ലാതെ മറ്റൊന്നിനും കൊള്ളാത്ത രീതിയിലാണല്ലോ ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് കൗതുകം തോന്നും. ഒരു സാധാരണ ദിവസം ഉബൂദ് പട്ടണത്തിലേക്ക് എത്തുന്ന ടൂറിസ്റ്റുകളുടെ തിരക്കാണ് നമ്മളീ കാണുന്നത്. ദൂര്യൻ എന്ന് പറയുന്ന ചെറു ചക്കയും ട്രോപ്പിക്കൽ കാലാവസ്ഥയിൽ വിളയുന്ന പഴങ്ങളും ഒക്കെ ആയിട്ട് സ്ത്രീകളും വഴിയോരത്തിരിപ്പുണ്ട്. ദൂര്യൻ എന്ന് പറയുന്ന ഈ ചക്കയ്ക്ക് നല്ല രുചിയാണെങ്കിലും കെട്ട മണമാണ്. ഞാൻ തെരുവിലൂടെ കുറേ ദൂരം സഞ്ചരിച്ച ശേഷം തിരിച്ച് ആർട്ട് മാർക്കറ്റിലേക്ക് മടങ്ങിയെത്തി. വമ്പനൊരു കെട്ടിട കോംപ്ലക്സാണ് ഇവിടുത്തെ ആർട്ട് മാർക്കറ്റ്. ഈ ആർട്ട് മാർക്കറ്റിൽ ഉബൂദിലും പരിസര ഗ്രാമങ്ങളിലുമൊക്കെയുള്ള നിരവധി കലാകാരന്മാരുണ്ടാക്കുന്ന കരകൗശല വസ്തുക്കളാണ് വിൽക്കാൻ വെച്ചിരിക്കുന്നത്. നിങ്ങൾ ഒരു പുതിയ വീട് പണിതെന്നിരിക്കട്ടെ, ആ വീടിൻ്റെ ചുവരുകളെയും ഷെൽഫിനെയും ഒക്കെ അലങ്കരിക്കാൻ കരകൗശല വസ്തുക്കൾ ആവശ്യമുണ്ടെന്നിരിക്കട്ടെ, നേരെ ബാലിയിലേക്ക് വരിക, ഉബൂദിലേക്ക് വരിക, ഇവിടുത്തെ ആർട്ട് മാർക്കറ്റ് സന്ദർശിക്കുക. അവിടെ കിട്ടാത്തതായിട്ടൊന്നുമില്ല. പല വിലയിൽ പല ക്വാളിറ്റിയിൽ ഉള്ള അതിഗംഭീരങ്ങളായ കരകൗശല വസ്തുക്കളാണ്. ഇത് 2, 3, 4 കണ്ടെയ്നറിൽ വേണം മേടിച്ചുകൊണ്ട് പോകാം. അതല്ലെങ്കിൽ നിങ്ങളൊരു കൊച്ചു ബാഗിൽ കൊള്ളോളം വാങ്ങിക്കൊണ്ട് പോകാം. ഏത് വിലയ്ക്കും സാധനങ്ങൾ കിട്ടും. 2-3 നിലകളിലായി 3-4 വമ്പൻ കെട്ടിടങ്ങളിലാണ് ആർട്ട് മാർക്കറ്റ്. ഈ ആർട്ട് മാർക്കറ്റിൻ്റെ മുന്നിലും ഒരു അമ്പലമുണ്ട്. പുല്ലുമേഞ്ഞ് പരമ്പരാഗത ശൈലിയിലുള്ള അമ്പലം. അതൊരു കാവ് പോലെ നിലനിർത്തിയിരിക്കുകയാണ്. ഒരു നഗരത്തിൻ്റെ മധ്യത്തിലാണ് ഈ കാവ് എന്ന് ഓർക്കണം. അസാധാരണ ഭാവനയുണ്ടെങ്കിൽ ഇതിങ്ങനെ നിലനിർത്താൻ പറ്റൂ.
ആർട്ട് മാർക്കറ്റിൻ്റെ ഒരു കോംപ്ലക്സിൽ നിന്ന് അടുത്ത കോംപ്ലക്സിലേക്ക് ഞാൻ നടക്കുകയാണ്. അവിടെ എല്ലാം ധാരാളം ടൂറിസ്റ്റുകളുണ്ട്. അതിമനോഹരമായിട്ട് അടുത്ത കാലത്ത് നിർമ്മിച്ചതാണ് ആർട്ട് മാർക്കറ്റ്. ടൂറിസം എന്നാൽ സ്ഥലം കാണൽ മാത്രമല്ല, ഷോപ്പിംഗ് ആണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖല എന്നാണ് ബാലി നമ്മളെ പഠിപ്പിക്കുന്നത്, ഈ ഉബൂദ് നമ്മളെ പഠിപ്പിക്കുന്നത്. ആർട്ട് മാർക്കറ്റിൻ്റെ സൈഡിലൂടെ മറ്റൊരു തെരുവുണ്ട്. ആ തെരുവിൻ്റെ ഓരങ്ങളിലും മുഴുവൻ കരകൗശല വസ്തുക്കളുടെ വിൽപ്പനശാലകളാണ്. ഈ ഉബൂദിൻ്റെ തെരുവുകൾ മുഴുവൻ ആർട്ട് മാർക്കറ്റായി മാറിയിരിക്കുകയാണെന്ന് വേണേൽ പറയാം. അവിടേക്ക് ചെല്ലുമ്പോഴും തെരുവോരങ്ങളിലും കടകൾക്കുള്ളിലും എല്ലാം ആയിരക്കണക്കിന് ടൂറിസ്റ്റുകൾ, അവർക്ക് വേണ്ട കൊതിപ്പിക്കുന്ന പെയിൻറ്റിങ്ങുകൾ. ഉബൂദ് നഗരം ബാലിയുടെ ഏതാണ്ടൊരു മധ്യഭാഗത്തായിട്ടാണ്. മധ്യഭാഗത്ത് നിന്ന് അല്പം തെക്കോട്ട് മാറി. അതുകൊണ്ട് തന്നെ ഈ ഉബൂദ് ബാലിയിലെത്തുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന കേന്ദ്രമായിട്ട് മാറുന്നു. ഈ ഉബൂദിൽ നിന്ന് ബാലിയിലെ മറ്റ് ടൂറിസ്റ്റ് അട്രാക്ഷനുകളിലേക്ക് എല്ലാം ഏതാണ്ട് തുല്യ ദൂരമാണ്. അതുകൊണ്ട് ബാലിയിലെ ടൂറിസത്തിൻ്റെ കേന്ദ്രസ്ഥാനമാണ് ഉബൂദ് എന്ന് വേണേൽ പറയാം. മാത്രമല്ല, ഈ ഉബൂദിൻ്റെ പരിസരങ്ങളിൽ നിരവധി കലാഗ്രാമങ്ങളുണ്ട്. ആ ഗ്രാമങ്ങളിൽ ചിലതിൽ ദാരു ശില്പങ്ങൾ ഉണ്ടാക്കുന്ന കലാകാരന്മാരാണ് വസിക്കുന്നത്. അവരുടെ ഫാക്ടറികളും വർക്ക്ഷോപ്പുകളും ഒക്കെയാണ്. മറ്റു ചിലയിടത്ത് വെള്ളിയാഭരണങ്ങൾ ഉണ്ടാക്കുന്നവരുടെ ഗ്രാമങ്ങളാണ്. വേറെ ചിലത് കല്ലിൽ ശില്പങ്ങൾ കൊത്തുന്നവരുടെ ഗ്രാമങ്ങളാണ്. മറ്റു ചില ഗ്രാമങ്ങൾ പെയിൻറ്റിങ്ങുകൾ നടത്തുന്നവരുടേതാണ്. വേറെ ചിലയിടത്ത് കരകൗശല വസ്തുക്കൾ, അതായത് ഇത്തരത്തിലുള്ള മാസ്കുകളും ശില്പങ്ങളും ഒക്കെ ഉണ്ടാക്കുന്നവരുടെ ഗ്രാമങ്ങളാണ്. അപ്പോൾ അവിടുന്നെല്ലാം ഉള്ള കലാകാരന്മാരുടെ ഉൽപ്പന്നങ്ങൾ, അവരുടെ സൃഷ്ടികൾ ഈ ഉബൂദിലെ മാർക്കറ്റുകളിലേക്ക് എത്തും. അത് ഓരോന്നും വിദേശ ടൂറിസ്റ്റുകൾ വന്ന് വാങ്ങിക്കൊണ്ട് പോകുമ്പോൾ ആയിരക്കണക്കിന് കുടുംബങ്ങളുടെ ഉപജീവനമാണ് നടന്നു പോകുന്നത്. ഈ ഉബൂദ് നഗരത്തിലേതല്ല, ബാലിയുടെ വിവിധ ഗ്രാമങ്ങളിൽ ജീവിക്കുന്ന കലാകാരന്മാരും ശില്പികളുമൊക്കെ ജീവിക്കുന്നത് ഈ ടൂറിസ്റ്റുകളെ ആശ്രയിച്ചാണെന്ന് പറയാം. അതായത് ഒരു നാട്ടിലെ സർവ്വജനങ്ങൾക്കും ടൂറിസത്തിൻ്റെ പ്രയോജനം ലഭിക്കുന്നു. അവരെല്ലാം ടൂറിസത്തെ ആശ്രയിച്ച് ഉപജീവനം നടത്തുന്നു. അതിനാണ് റെസ്പോൺസിബിൾ ടൂറിസം എന്ന് പറയുന്നത്. ഈ റെസ്പോൺസിബിൾ ടൂറിസമാണ് കേരളത്തിൻ്റെ ഗ്രാമങ്ങളിൽ നടപ്പാക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടത്. കേരളത്തിലെ റെസ്പോൺസിബിൾ ടൂറിസം മിഷൻ, RT മിഷൻ, ഇതിനുവേണ്ടിയുള്ള ശ്രമങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കേരളത്തിലെ പല ഗ്രാമങ്ങളെയും ഇത്തരത്തിൽ ഐഡൻറ്റിഫൈ ചെയ്ത് അതിനുവേണ്ടിയുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. വരുന്ന 1-2 പതിറ്റാണ്ടുകൾ കൊണ്ട് കേരളത്തിലെ മിക്കവാറും എല്ലാ ഗ്രാമങ്ങളിലേക്കും ടൂറിസത്തിൻ്റെ പ്രയോജനം എത്തിക്കാനാണ് റെസ്പോൺസിബിൾ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ശ്രമം. ഈ കരകൗശല തെരുവിലൂടെ എത്ര നേരം നടന്നെന്ന് എനിക്കറിയില്ല, എത്ര ദൂരം നടന്നെന്ന് എനിക്കറിയില്ല. അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കരകൗശല വസ്തുക്കളുടെയും ശില്പങ്ങളുടെയും ഒക്കെ പെർഫെക്ഷൻ കണ്ട് മതിമറന്നാണ് ഞാൻ നടക്കുന്നത്. ഈ തെരുവിൽ നിന്ന് ഉള്ളിലേക്ക് ചില വഴികളുണ്ട്, പടിക്കെട്ടുകളാണ്. അതിനുള്ളിൽ ഒരു ക്ഷേത്രമാകാം, സാധാരണക്കാർ വസിക്കുന്ന വീടുകളാവാം. അതിൻ്റെയും മുറ്റമാണ് ഈ വലിയ കരകൗശല തെരുവായിട്ട് രൂപാന്തരപ്പെട്ടിരിക്കുന്നത്. അവിടെയും സാധാരണ ജീവിതം നടക്കുന്നുണ്ട്, വീടുകളിലേക്ക് ആളുകൾ പോകുന്നുണ്ട്. പക്ഷേ അവരെല്ലാം വകഞ്ഞു മാറ്റി ടൂറിസ്റ്റുകൾ നടന്നു പോകുന്നു. അവർക്ക് വേണ്ട ഉൽപ്പന്നങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. എന്തൊരു വിപണിയാണിത്, എന്തൊരു സാധ്യതയാണിത്. ഈ ഉബൂദിൻ്റെ ടൂറിസത്തിലെ ഏറ്റവും സുപ്രധാനമായ ഭാഗം റിസോർട്ടുകളും ഹോട്ടലുകളും ഹോം സ്റ്റേകളുമാണെങ്കിലും അതിൻ്റെ തൊട്ടടുത്ത് തന്നെ വരുന്ന പ്രാധാന്യം ഷോപ്പിങ്ങിനുണ്ട്. അതുപോലെ തന്നെ നിരവധി മ്യൂസിയങ്ങൾ ഇവിടെയുണ്ട്. കൂടാതെ യോഗ പോലുള്ള ആക്ടിവിറ്റികളും ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വലിയ തോതിൽ വളർന്നിട്ടുണ്ട്. ഓപ്പൺ ആർട്ട് മാർക്കറ്റ് എന്ന് വേണേൽ വിശേഷിപ്പിക്കാവുന്ന തെരുവിലൂടെ ഏറെ നേരം ഞാൻ നടന്നു. അതിലെ കുറേയേറെ കാഴ്ചകൾ ഞാൻ ഷൂട്ട് ചെയ്യാതെ പോയി, വെറുതെ കണ്ടു നടക്കുകയും വില ചോദിക്കുകയും മാത്രം ചെയ്തു. കാരണം അത്രയേറെയുണ്ട്. അതിമനോഹരങ്ങളായ പെയിൻറ്റിങ്ങുകൾ വിൽക്കുന്ന കടകളുടെയൊക്കെ മുമ്പിൽ പോയി നിന്ന് അത് ചിത്രീകരിക്കാൻ നമുക്ക് മനസ്സൊന്നില്ല. ആ കടകൾ പിന്നിടുമ്പോൾ മനോഹരമായ പടിക്കെട്ടുകളാണ്, പടിപ്പുരകളാണ്. അത് ഓരോ വീട്ടിലേക്കും ഉള്ളതാണ്. ആ വീടിൻ്റെ പടിപ്പുരകളും ഈ ശില്പങ്ങളും ചിത്രങ്ങളും കരകൗശല വസ്തുക്കളും വിൽക്കുന്ന കടകളും എല്ലാം ചേരുമ്പോൾ ആ തെരുവ് ആകപ്പാടെ തന്നെ ഒരു മ്യൂസിയം പോലെ മാറുകയാണ്. ആ ആർട്ട് സ്ട്രീറ്റുകളൊക്കെ പിന്നിട്ട് ഞാൻ വീണ്ടും തിരികെ ജലാൻ രായ എന്ന പ്രധാന തെരുവിൻ്റെ ഓരത്തെ സ്ക്വയറുകളിലേക്കെത്തി. അതിമനോഹരമായി ഒരുക്കിയിട്ടിരിക്കുകയാണ് അവിടെ. നമ്മൾ കുറച്ചു മുമ്പ് നടന്നു കണ്ട ആർട്ട് മാർക്കറ്റ് ബിൽഡിങ്ങിൻ്റെ മുന്നിലെ സ്ക്വയറാണിത്. ആ കെട്ടിടം തന്നെ വളരെ സുന്ദരമാണ്. ഈ ഭാഗമാണ് ഉബൂദ് ടൗണിൻ്റെ പ്രധാന സ്ക്വയർ എന്ന് വേണേൽ പറയാം. പരമ്പരാഗത തലയെക്കെട്ടും മുണ്ടുമൊക്കെ ഉടുത്ത കുറച്ച് പേര് കൂടി നിന്ന് ടൂറിസ്റ്റുകളെ നാളത്തെ കാഴ്ചകളിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ക്യാൻവാസ് ചെയ്യുകയാണ്. പലവിധ ടൂറുകളുടെ ബ്രോഷറുകളാണ് അവരുടെ കയ്യിലിരിക്കുന്നത്. പല നാടുകളിലേക്ക്, അയൽ ഗ്രാമങ്ങളിലേക്ക് ഒക്കെ നടത്താൻ പോകുന്ന ടൂറുകളെക്കുറിച്ചാണ് അവർ വിവരിക്കുന്നത്. മറുവശത്ത് പാലസാണ്, നമ്മൾ കണ്ട ഉബൂദ് പാലസ്. ഉബൂദ് പാലസിലേക്ക് ഇപ്പോഴും ടൂറിസ്റ്റുകൾ കയറി പോകുന്നുണ്ട്, ഇറങ്ങി വരുന്നുണ്ട്. മുന്നിൽ അനുശോചന ബോർഡുകൾ. ബാലി പുരുഷന്മാരുടെ വേഷം ഇതാണ്. ഒരു പ്രത്യേകതരം മുണ്ട്,
ഒരു ഷർട്ടോ ടീഷർട്ടോ, പിന്നെ തലയെക്കെട്ട്. തെരുവിൻ്റെ ഓരങ്ങളിലെല്ലാം ഇത്തരം നിരവധി ശില്പങ്ങൾ കാണാം. നേരെ സന്ധ്യയാകുന്നതോടെ ടൂറിസ്റ്റുകളൊക്കെ തെരുവിലെ നടത്തം അവസാനിപ്പിച്ച് ഏതെങ്കിലും റെസ്റ്റോറൻറ്റുകളിലേക്ക് മടങ്ങും. ആ റെസ്റ്റോറൻറ്റുകളിലിരുന്ന് പാനോപചാരവും ചെറിയ ഡിന്നറും ഒക്കെ കഴിച്ച ശേഷമായിരിക്കും അവർ താമസിക്കുന്ന ഹോട്ടലുകളിലേക്ക് മടങ്ങുക. ചിലർ ഇവിടെ നടക്കുന്ന കലാപരിപാടികൾ കാണാൻ പോകും. മിക്കവാറും എല്ലാ ദിവസവും ഉബൂദിൽ നൃത്തപരിപാടികളുണ്ട്. ഓരോ ദിവസവും ഓരോ തീമിലുള്ള നൃത്തപരിപാടികളാവും. അതിനൊന്നും വലിയ നിരക്കുകളില്ല. നമ്മുടെ ഒരു 500 രൂപയോ 600 രൂപയോ മുടക്കിക്കഴിഞ്ഞാൽ മനോഹരമായ കളർഫുള്ളായ പല നൃത്തപരിപാടികളും നമുക്ക് പോയി കാണാം. ലൈറ്റ് ആൻഡ് സൗണ്ട് ഷോയും വാദ്യവിസ്മയവും എല്ലാം ചേർന്ന പരിപാടികളാണ് അത്തരം നൃത്തപരിപാടികൾ. അത്തരത്തിലുള്ള ചില നൃത്തപരിപാടികൾ ഞാൻ ഇതിനു മുമ്പ് വന്നപ്പോൾ കണ്ടിട്ടുണ്ട്. ഇന്ന് ഞാൻ താമസിക്കുന്ന ഹോട്ടലിൻ്റെ മട്ടുപ്പാവിൽ നിന്നാൽ അത്തരം ഒരു നൃത്തപരിപാടി കാണാമെന്ന് ഹോട്ടലിലെ റിസപ്ഷനിസ്റ്റ് എന്നോട് പറഞ്ഞിരുന്നു. ഞാൻ തെരുവുകളിലൂടെയുള്ള നടത്തം തുടരുകയാണ്. ഉബൂദിൻ്റെ അനുഭവങ്ങൾ തേടിയുള്ള നടത്തം.